നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോഴ്സ് ക്ലിക്സ്. നമ്മുടെ കപ്പൽ ഇപ്പോൾ തുർക്കിയിലെ ഹൈദർ പാസ എന്ന തുറമുഖത്തേക്ക് വൈകുന്നേരത്തോടുകൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. തുറമുഖത്ത് നിറയെ പലതരത്തിലുള്ള വാഹനങ്ങൾ, കാറുകളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പം ആ തുർക്കിയുടെ ചെങ്കൊടി അവിടെ പാറി പറന്നുകൊണ്ടേയിരിക്കുന്നു. ആ തുറമുഖത്ത് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കപ്പലിൻ്റെ ഉള്ളിൽ കയറ്റാനുള്ള വാഹനങ്ങളൊക്കെ തൽക്കാലം കപ്പലിൻ്റെ ഡെക്കിൽ കയറ്റിയിട്ട് കപ്പലിൻ്റെ ഉള്ളിലെ വാഹനങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സ്ഥലം അവിടെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ തുറമുഖത്ത് പലതരത്തിലുള്ള പല വെറൈറ്റി കാറുകൾ ഉണ്ടെങ്കിലും എന്നെ കൂടുതൽ ആകർഷിച്ചത് ഒരാൾക്ക് കയറാൻ പറ്റുന്ന സിട്രോണിൻ്റെ കുട്ടിക്കാറായിരുന്നു. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ അത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ട്രക്കുകളൊക്കെ സൗദിയിൽ നമ്മൾ ഇറക്കിയപ്പോഴത്തേക്കും അവിടെ നിന്ന് കൊണ്ടുവന്ന ബാക്കി ബസ്സുകൾ അതെല്ലാം നമ്മൾ ഇറക്കുന്നത് ഇവിടുത്തെ തുർക്കിയിലെ ഈ പോർട്ടിലാണ്. 185ഓളം CNG ബസ്സുകളാണ് നമ്മൾ ചൈനയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ജോർജിയ എന്ന രാജ്യമാണ്. അപ്പോൾ അങ്ങോട്ട് 2000 കിലോമീറ്ററുകളോളം ഈ ബസ് ഓടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഓരോന്നോരോന്നായിട്ട് അവിടെ ഡിസ്ചാർജ് ചെയ്ത് തുറമുഖത്ത് പയ്യെ പാർക്ക് ചെയ്യുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി ഞാൻ ചീഫ് എഞ്ചിനീയറിൻ്റെ ഒപ്പം പുറത്തേക്ക് ഒന്ന് കാണാനായിട്ട്, തുർക്കിയുടെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമുക്ക് പുറത്ത് പോകാനായിട്ട് ഏജൻറ്റ് ഇമിഗ്രേഷനിൽ നിന്ന് ഷോർ പാസ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നടന്ന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലെത്തി. എന്നാൽ അവിടുത്തെ കാർഡ് എടുക്കുന്നതിനെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടും നടന്നു പോകാനുള്ള ദൂരമുള്ളതുകൊണ്ടും ബസ്സിൽ കയറിയില്ല. ഏകദേശം 2.5-3 മാസത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് കരയിൽ കാല് കുത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നടക്കാം എന്ന് കരുതി. നിരത്തുകളിലൊക്കെ അത്യാവശ്യം തിരക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അവിടെയും വഴിയേരിയിലൊക്കെ ചേട്ടന്മാർ ജീൻസ് വിൽപ്പനയൊക്കെ നടത്തുന്നുണ്ട്. തുർക്കിയിലെ പ്രശസ്തമായ കാപ്പി കുടിക്കാമെന്ന് കരുതി അപ്പോൾ ചുട്ടു പൊള്ളുന്ന മണലിൽ തിളപ്പിച്ച കാപ്പിയും കുടിച്ചു. അവിടെ കട്ടൻ ചായയും അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ അതെല്ലാം കുടിച്ചതിന് ശേഷം അവിടുത്തെ മാർക്കറ്റിലൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാമെന്ന് കരുതി. അവിടുത്തെ മീനുകളൊക്കെ നല്ല രീതിയിൽ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തുർക്കിയുടെ പല ഭാഗത്തായിട്ട് അവരുടെ ചെങ്കൊടി പാറി പറന്ന് നിൽപ്പുണ്ട്. പെൺകുട്ടികൾക്കുള്ള നല്ല കളർഫുൾ ഡ്രസ്സുകളും അവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ജെംസ് മുട്ടായിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നല്ല ഉണ്ടക്കല്ലുകൾ കളറടിച്ച് വഴിയുടെ ഇരുവശത്തും വെച്ചിരിക്കുന്നത് ഫുട്പാത്തിലേക്ക് വലിയ വാഹനങ്ങൾ കയറാതിരിക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങി വണ്ടി പോകുന്ന വഴി തന്നെയാണ് അവിടുത്തെ ട്രാമും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും കയറാൻ അധികം നമുക്ക് സമയമില്ല. ഫുട്പാത്തിൽ ഇരിക്കാനുള്ള ഇരിപ്പിടത്തിൽ നല്ല 1.5 വലിപ്പമുള്ള ഒരു പൂച്ച അവിടെ ഇരിപ്പുണ്ട്. ശബ്ദം വെച്ചിട്ട് പോലും നല്ല ആറ്റിറ്റ്യൂഡിലാണ് അവന് ഇരിക്കുന്നത്. കുത്താൻ പോകുന്ന ഒരു പോത്തിൻ്റെ പ്രതിമയുടെ ചുറ്റും ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ടർക്കിഷ് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ അതെല്ലാം കഴിച്ച് പുറത്തിറങ്ങി 2012 തുർക്കിയിലെ ഇസ്മീർ എന്ന പോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും കഴിച്ച കല്ലുമ്മക്കായയുടെ ആ ഒരു രുചി അയവിറക്കാനായിട്ട് വഴിയേരിയിൽ കിട്ടിയ കല്ലുമ്മക്കായയിൽ നാരങ്ങ നീരൊഴിച്ച് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ച് പയ്യെ വീണ്ടും നടന്ന് മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ തുർക്കിയിലെ MVDയുടെ വാഹനവും അവിടെ ഫൈൻ അടിക്കാനാണോ എന്ന് അറിയത്തില്ല, നിപ്പുണ്ട്. തൊട്ടടുത്തുള്ള കാരിഫോറിൽ പോയിട്ട് പിള്ളേർക്ക് 2 കുട്ടി കളിപ്പാട്ടവും വാങ്ങിച്ച് നേരെ രാത്രിയോടുകൂടി കപ്പലിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അവിടെ ബസ്സുകളൊക്കെ അത്യാവശ്യം ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞെങ്കിലും എക്സ്കവേറ്റർ പോലുള്ള വാഹനങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കേടുകൂടാതെ കപ്പലിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ചെരുവിലൊക്കെ പോകുമ്പം വളരെ ശ്രദ്ധിച്ചാണ് മാറ്റൊക്കെ ഇട്ട്, റബ്ബർ മാറ്റൊക്കെ ഇട്ട് പയ്യെയാണ് ഇറക്കുന്നത്. കപ്പലിൽ നിന്ന് നോക്കുമ്പോൾ സർക്കാരിൻ്റേതായിട്ടുള്ള പലതരം കെട്ടിടങ്ങളും രാത്രിയിൽ നല്ല ചുവന്ന ലൈറ്റിട്ട് പ്രകാശിപ്പിച്ച് അവിടെ നിൽപ്പുണ്ട്. കപ്പലിൻ്റെ ഉള്ളിൽ കയറ്റാനുള്ള കൊറോള കാറുകളൊക്കെ മെയിൻ ഡെക്കിൽ നിന്ന് അകത്തേക്ക് ലോഡിങ് രാവിലെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് ഡ്രിൽ റിഗ് യൂണിറ്റ്, അതും ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ക്രെയിൻ്റെ സഹായത്തോടുകൂടി കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അവിടുത്തെ ഡിസ്ചാർജിങ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കപ്പലിൽ നിന്ന് ഇറക്കിയ 185 ബസ്സുകളും ആ ഒരു തുറമുഖത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈലറ്റ് വന്നു, അവരുടെ സഹായത്തോടുകൂടി കപ്പൽ തുറമുഖത്ത് നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. ചരിത്രപ്രസിദ്ധമായ പല കെട്ടിടങ്ങളും നമുക്ക് കപ്പലിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അടുത്ത തുറമുഖം ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.